നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ട്രംപിന്റെ കുടിയേറ്റ അജണ്ട സഞ്ചാരികളെ പിന്തിരിപ്പിക്കുന്നു. US ടൂറിസം വ്യവസായം തകർച്ച നേരിടുന്നതായി റിപ്പോർട്ട്. UK-യിൽ കനത്ത മഴയും ആലിപ്പന വർഷവും ഇടിമിന്നലും ഉണ്ടാകുമെന്ന് പ്രവചനം. കലിയടങ്ങാതെ ഡൊണാൾഡ് ട്രംപ്. മുൻ US പ്രസിഡന്റ് ജോൺ ബൈഡൻ, മുൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസ്, മറ്റ് ഉന്നത ഡെമോക്രാറ്റുകൾ, രാഷ്ട്രീയ ശത്രുക്കൾ എന്നിവരുടെ സുരക്ഷാ അവകാശങ്ങൾ പിൻവലിക്കാനുള്ള നീക്കവുമായി ട്രംപ്. BJP കേരള അധ്യക്ഷനായി മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറെ തിരഞ്ഞെടുത്തു. ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം അറിയിച്ചത് തിരുവനന്തപുരത്ത് ചേർന്ന കോർ കമ്മിറ്റിയിൽ. വിശ്വാസികൾക്ക് ആശീർവാദം നൽകാനൊരുങ്ങി പാപ്പ. ശ്വാസകോശ സംബന്ധമായ രോഗം മൂലം 1 മാസത്തിലേറെയായി ചികിത്സയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ന് ആശുപത്രി വിടും. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പാർലമെന്റിലെത്താനൊരുങ്ങി കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി. നേപ്പിയനിലെ ഒട്ടാവ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കും. ഖത്തർ സർക്കാരുമായുള്ള ബന്ധത്തിന്റെ പേരിൽ പ്രധാനമന്ത്രിക്കെതിരെ അന്വേഷണം നടത്തിയതാണ് ആഭ്യന്തര സുരക്ഷാ മേധാവി റോണൻ ബാറിനെ പുറത്താക്കാൻ കാരണമെന്ന ആരോപണങ്ങൾ തള്ളി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. 4 മാസത്തിനിടെ ലെബനനിൽ ഏറ്റവും തീവ്രമായ വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ. 6 പേർ കൊല്ലപ്പെടുകയും 28 പേർക്ക് പരിക്കും. വാർത്തകൾ വിശദമായി. മുൻ US പ്രസിഡന്റ് ജോൺ ബൈഡൻ, മുൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസ്, മറ്റ് ഉന്നത ഡെമോക്രാറ്റുകൾ, രാഷ്ട്രീയ ശത്രുക്കൾ എന്നിവരുടെ സുരക്ഷാ അവകാശങ്ങൾ പിൻവലിക്കാൻ ഉത്തരവിറക്കി ഡൊണാൾഡ് ട്രംപ്. വെള്ളിയാഴ്ച വൈകി പുറത്തിറങ്ങിയ മറ്റ് പ്രസിഡൻഷ്യൽ മെമ്മോയിൽ കൂടിയാണ് നീക്കം. രാജ്യത്തെ സുപ്രധാന രഹസ്യ വിവരങ്ങളിലേക്ക് ഇനി അവർക്ക് ആക്സസ് ഉണ്ടായിരിക്കില്ല. മുൻ പ്രസിഡന്റുമാർക്കും ചില ഉദ്യോഗസ്ഥർക്കും പൊതുസേവനം ഉപേക്ഷിച്ചതിന് ശേഷം സാധാരണമായി നൽകുന്ന ഒരു മര്യാദയാണ് ട്രംപ് നീക്കം ചെയ്തത്. സുരക്ഷാ ക്ലിയറൻസ് പിൻവലിക്കലുകളിൽ ബൈഡന്റെ മുഴുവൻ കുടുംബം, മുൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ, മുൻ വ്യോമിംഗ് പ്രതിനിധി ലിസ് ചേനി, മുൻ ഇല്ലിനോയ് പ്രതിനിധി ആദം കിങ്സ്നർ, ട്രംപിനെതിരെ വഞ്ചനയ്ക്ക് കേസെടുത്ത ന്യൂയോർക്ക് അറ്റോർണി ജനറൽ ലെറ്റീഷ്യ ജെയിംസ് എന്നിവരും ഉൾപ്പെടുന്നു. ട്രംപിന്റെ കുടിയേറ്റ അജണ്ട സഞ്ചാരികളെ പിന്തുണയ്ക്കുന്നതിനാൽ US ടൂറിസം വ്യവസായം തകർച്ച നേരിടുന്നു. ട്രംപ് കർശന നടപടികൾ നടപ്പിലാക്കുമ്പോൾ അറസ്റ്റുകളും തടങ്കലുകളും ഭയന്ന് പാശ്ചാത്യർ US-ലേക്ക് പോകാൻ മടിക്കുന്ന അവസ്ഥയാണിപ്പോൾ. കുടിയേറ്റ വിലക്കിന്റെ മറവിൽ നിരവധി പ്രമുഖരും അറസ്റ്റുകളും യാത്രക്കാരെ കസ്റ്റഡിയിലെടുക്കലുകളും US-ലേക്കുള്ള ടൂറിസത്തിന്റെ വലിയ ഇടിവിന് കാരണമാകുമെന്ന് ടൂറിസ്റ്റ് വിദഗ്ധർ സൂചന നൽകുന്നു. ഏറ്റവും പുതിയ കണക്കുകൾ ഇതിനകം തന്നെ ഗുരുതരമായ ഇടിവ് കാണിക്കുന്നുണ്ടെന്നും ടൂറിസ്റ്റ് വിദഗ്ധർ പറഞ്ഞു. ഡൊണാൾഡ് ട്രംപിന്റെ കുടിയേറ്റ നിയന്ത്രണ നടപടികളുടെ ഫലമായി നിരവധി പാശ്ചാത്യ സഞ്ചാരികളെ അടുത്തിടെ US അതിർത്തികളിൽ നിരസിക്കപ്പെട്ടു. അവരിൽ ചിലരെ ചങ്ങലക്കിട്ട് ആഴ്ചകളോളം മോശം അവസ്ഥയിൽ തടങ്കൽ കേന്ദ്രങ്ങളിൽ അടച്ചു. പ്രവേശന നിയമങ്ങൾ ലംഘിക്കുന്നത് അറസ്റ്റിലേക്കോ തടങ്കലിലേക്കോ നയിച്ചേക്കാമെന്ന് US-ലേക്കുള്ള യാത്രയ്ക്കുള്ള മാർഗനിർദ്ദേശം അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ജർമ്മനി മുന്നറിയിപ്പ് നൽകി. അമേരിക്കയിലുടനീളം ബാക്ക് പാക്കിംഗ് നടത്തിയിരുന്ന വെയിൽസിൽ നിന്നുള്ള വിനോദസഞ്ചാരിയായ ബെക്കി ബർക്കിനെ കാനഡയുടെ അതിർത്തിയിൽ തടഞ്ഞു നിർത്തി 3 ആഴ്ച തടങ്കലിൽ പാർപ്പിച്ചതിനെ തുടർന്ന് അറസ്റ്റ് സാധ്യതയെക്കുറിച്ച് മുന്നറിയിപ്പ് ഉപദേശം UK വിദേശകാര്യ ഓഫീസും നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ബ്രിട്ടീഷ് പങ്ക് ബ്രാൻഡായ UK സബ്സിലെ അംഗങ്ങൾ US പ്രവേശനം നിഷേധിക്കുകയും ലോസ് ഏഞ്ചൽസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ ശേഷം കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. BJP കേരള സംസ്ഥാന അധ്യക്ഷനായി മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറെ തിരഞ്ഞെടുത്തു. അധ്യക്ഷ പദവിയിൽ 5 വർഷം പൂർത്തിയാക്കിയ K സുരേന്ദ്രന് പകരമാണ് ദേശീയ നേതൃത്വം രാജീവ് ചന്ദ്രശേഖറിനെ BJP അധ്യക്ഷനായി നിയോഗിച്ചിരിക്കുന്നത്. ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിൽ ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനമായി പ്രകാശ് ജാവേദ്കർ രാജീവ് ചന്ദ്രശേഖറുടെ പേർ നിർദ്ദേശിക്കുകയായിരുന്നു. ഇതോടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുപ്പുണ്ടാകില്ല. BJP നേതാക്കളായ ശോഭാ സുരേന്ദ്രൻ, MT രമേശ്, V മുരളീധരൻ എന്നിവരായിരുന്നു പട്ടികയിലുണ്ടായിരുന്ന മറ്റ് സ്ഥാനാർത്ഥികൾ. സംസ്ഥാന അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നതിനായി കഴിഞ്ഞ ദിവസം BJP തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറക്കിയിരുന്നു. കേരളത്തിൽ പുതിയൊരു മുഖം നേതൃസ്ഥാനത്തേക്ക് വരട്ടെ എന്നുള്ള ദേശീയ നേതൃത്വത്തിന്റെ നിലപാടാണ് രാജീവ് ചന്ദ്രശേഖറിന് അനുകൂലമായത്. എല്ലാ വിഭാഗത്തെയും ആകർഷിക്കാൻ പറ്റുന്ന ആൾ സംസ്ഥാന പ്രസിഡന്റായി വരണമെന്നായിരുന്നു BJP കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട്. ശ്വാസകോശ സംബന്ധമായ രോഗം മൂലം 1 മാസത്തിലേറെയായി റോമിലെ ജമലി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഇന്ന് ഉച്ചയ്ക്ക് ഡിസ്ചാർജ് ചെയ്യും. ഇതിനു മുന്നോടിയായി ആശുപത്രികളുടെ ജാലകത്തിങ്കൽ നിന്ന് വിശ്വാസികളെ ആശീർവാദം നൽകുന്നതിന് വത്തിക്കാൻ അറിയിച്ചു. ഇതിനു മുന്നോടിയായി ത്രികാല ജപവും ഉണ്ടായിരിക്കും. ത്രികാല ജപത്തിന് ശേഷമുള്ള സന്ദേശം നൽകില്ല. പകരം മുൻകൂട്ടി തയ്യാറാക്കിയ സന്ദേശത്തിന്റെ പ്രിന്റ് വിശ്വാസികൾക്ക് വിതരണം ചെയ്യും. ആശുപത്രിയിലായി 37 ദിവസത്തിന് ശേഷമാണ്
മാർപ്പാപ്പ വിശ്വാസികളെ നേരിൽ കാണുന്നത്. ലോകം മുഴുവൻ കാത്തിരുന്ന സന്തോഷ വാർത്ത നൽകുന്നു എന്ന വാക്കുകളോടെയാണ് ചെമ്മല്ലി ആശുപത്രിയിൽ പാപ്പയുടെ ചികിത്സാ സംബന്ധമായ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ സർജിയോ അൽഫിയേരി പാപ്പയുടെ ഡിസ്ചാർജ് സംബന്ധിച്ച കാര്യങ്ങൾ അറിയിച്ചത്. ഇരു ശ്വാസകോശങ്ങളിലും കടുത്ത ന്യൂമോണിയ ബാധിച്ചതിനെ തുടർന്ന് കുറവുണ്ടെങ്കിലും വത്തിക്കാനിലെ വസതിയായ സന്താ മാർത്തയിലും പാപ്പയുടെ ചികിത്സകൾ തുടരേണ്ടി വരുമെന്ന് ആശുപത്രി വൃത്തങ്ങൾ വ്യക്തമാക്കി. 50 വർഷത്തിനിടയിലെ ഏറ്റവും ചൂടുള്ള വസന്തകാലത്തിന് ശേഷം UK-യിൽ കനത്ത മഴയും ആലിപ്പഴ വർഷവും ഇടിമിന്നലും ഉണ്ടാകുമെന്ന് പ്രവചിക്കപ്പെട്ടു. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് ചില ഭാഗങ്ങളിൽ കനത്ത മഴ പെയ്തു. വെള്ളപ്പൊക്കം ഒഴിവാക്കാൻ വിദഗ്ധർ പ്രവർത്തിച്ചപ്പോൾ യോർക്ക്ഷയറിലെ M18 ചില ഭാഗങ്ങൾ അടച്ചിട്ടതായി നാഷണൽ ഹൈവേസ് അറിയിച്ചു. UK-യിൽ ഞായറാഴ്ച മുതൽ മേഘാവൃതമായ ഒരു തുടക്കമായിരിക്കുമെന്നും വടക്ക് കിഴക്കൻ ഭാഗങ്ങളിൽ മഴ പെയ്യുമെന്നും വടക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്ക് ഭാഗങ്ങളിൽ വെയിലും മഴയും ഉണ്ടാകുമെന്നും മെറ്റ് ഓഫീസ് അറിയിച്ചു. UK-യുടെ മിക്ക ഭാഗങ്ങളിലും ലണ്ടനിൽ ശരാശരിയേക്കാൾ ഉയർന്ന താപനില 15 ഡിഗ്രി സെൽഷ്യസും ബർമിംഗ്ഹാമിൽ 12 ഡിഗ്രി സെൽഷ്യസും മാഞ്ചസ്റ്ററിൽ 11 ഡിഗ്രി സെൽഷ്യസും വരെ ഉയരുന്നു എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഖത്തർ സർക്കാരുമായുള്ള ബന്ധത്തിന്റെ പേരിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിക്കെതിരെ അന്വേഷണം നടത്തിയതാണ് ആഭ്യന്തര സുരക്ഷാ മേധാവി റോണൻ ബാറിനെ പുറത്താക്കാൻ കാരണമെന്ന ആരോപണങ്ങൾ തള്ളി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇത്തരത്തിലൊരു നീക്കം റോണൻ ബാർ നടത്തിയിരുന്നതായും നെതന്യാഹു വ്യക്തമാക്കി. 2023 ഒക്ടോബർ 7 ആക്രമണത്തെക്കുറിച്ചുള്ള ഏജൻസിയുടെ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമാണ് ഷിൻ ബെറ്റിന്റെ ഡയറക്ടറായ ബാറിനെ പുറത്താക്കാൻ തീരുമാനിച്ചതെന്ന് നെതന്യാഹു പറഞ്ഞു. പാർലമെന്റിൽ അംഗമാകുന്നതിന്റെ ഭാഗമായി കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി നെപ്പിയനിലെ ഒട്ടാവ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് അദ്ദേഹത്തിന്റെ ലിബറൽ പാർട്ടി പ്രഖ്യാപിച്ചു. ഏപ്രിൽ 28 നടക്കാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിന് കാർണി ഞായറാഴ്ച തുടക്കമിട്ടു. ഒട്ടാവയിലാണ് പൊതുസേവനത്തിനായി തന്റെ കരിയർ സമർപ്പിച്ചതെന്നും പാർട്ടി ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ കുറിച്ചു. അദ്ദേഹം മുമ്പ് കാനഡയുടെ സെൻട്രൽ ബാങ്കിന്റെ തലവനായും അതിനു മുമ്പ് ഡെപ്യൂട്ടിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ശനിയാഴ്ച ലെബനനിൽ ഇസ്രായേൽ നടത്തിയത് 4 മാസത്തിനിടെ രാജ്യത്തിനെതിരെയുള്ള ഏറ്റവും തീവ്രമായ വ്യോമാക്രമണം. തെക്കൻ ലെബനനിലെ ടയറിൽ ഇസ്രായേൽ നടത്തിയ ഒരു ആക്രമണത്തിൽ ആകെ 6 പേർ കൊല്ലപ്പെടുകയും 28 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഗാസയിൽ ഖാൻ യൂനിസിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹമാസ് രാഷ്ട്രീയ നേതാവായ സലാ അൽ ബർദവിൽ കൊല്ലപ്പെട്ടതായി ഹമാസും പാലസ്തീൻ മാധ്യമങ്ങളും ഞായറാഴ്ച റിപ്പോർട്ട് ചെയ്തു. വ്യോമാക്രമണത്തിൽ തങ്ങളുടെ രാഷ്ട്രീയ ഓഫീസിലെ അംഗമായ ബർദവിലും ഭാര്യയും കൊല്ലപ്പെട്ടതായി ഹമാസ് അനുകൂല മാധ്യമങ്ങൾ പറഞ്ഞു. ഓസ്ട്രേലിയയിൽ കലങ്ങിമറിയുകയാണ് പൊതു തിരഞ്ഞെടുപ്പടുത്തതോടെ രാഷ്ട്രീയ രംഗം. പ്രതിപക്ഷം അധികാരത്തിൽ വന്നാൽ 36,000-ലധികം പൊതുപ്രവർത്തകരെ പിരിച്ചുവിടുമെന്നും തങ്ങൾ വർക്ക് ഫ്രം ഹോം ആനുകൂല്യങ്ങൾ നിലനിർത്തുമെന്നും ലേബർ പാർട്ടി പ്രതിജ്ഞയെടുക്കുന്നു. ഇത് ആളുകൾക്ക് പ്രതിമാസം $5,000 വരെ ലാഭിക്കുമെന്നും ലേബർ ഉറപ്പു നൽകുന്നു. ചൊവ്വാഴ്ച ലേബർ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള ബജറ്റിൽ ഉൾപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ച $150 അധിക ഊർജ്ജ ബിൽ ആശ്വാസം. പണപ്പെരുപ്പത്തിൽ സമ്മർദ്ദം കുറയ്ക്കുമെന്ന് പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് പറഞ്ഞു. ഈ കലണ്ടർ വർഷം മുഴുവൻ 2025 അവസാനം വരെ ഈ ഊർജ്ജ ബിൽ ഇളവ് നീട്ടിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. 2030 ആകുമ്പോഴേക്കും എല്ലാ UK കുടുംബങ്ങളുടെയും ജീവിത നിലവാരം കുറയുമെന്ന് വിശകലനങ്ങൾ വിലയിരുത്തുന്നു. ഏറ്റവും താഴ്ന്ന വരുമാനമുള്ളവരുടെ എണ്ണം ഇരട്ടി വേഗത്തിൽ ഉയരുമെന്ന് പുതിയ ഡാറ്റ പറയുന്നു. JRF തയ്യാറാക്കിയ ഈ സാമ്പത്തിക വിശകലനം ചാൻസലർ റേച്ചൽ റീവ്സ് ബുധനാഴ്ച വസന്തകാല പ്രസ്താവന നടത്തുന്നതിന് മുമ്പാണ് വരുന്നത്. അതിൽ സർക്കാരിന്റെ കർശനമായ സാമ്പത്തിക നിയമങ്ങൾ പാലിക്കുന്നതിനായി കടം വാങ്ങൽ വർദ്ധിപ്പിക്കുന്നതിനോ നികുതി ഉയർത്തുന്നതിനോ പകരം പൊതുചെലവിൽ പുതിയ വെട്ടിക്കുറവുകൾ പ്രഖ്യാപിക്കും. ഈജിപ്തിൽ തടവിലാക്കപ്പെട്ട ആക്ടിവിസ്റ്റായ അല അബ്ദുൽ ഫത്താഹിന്റെ മോചനത്തിൽ പുരോഗതി ഉണ്ടായില്ലെങ്കിൽ വീണ്ടും നിരാഹാര സമരം നടത്തുമെന്ന് ഫത്താഹിന്റെ അമ്മ ലൈല യൂസഫ് പറഞ്ഞു. നേരത്തെ 150 ദിവസത്തോളം അവർ നിരാഹാര സമരം കിടന്ന് തളർന്നു വീഴുകയായിരുന്നു. വീണ്ടും നിരാഹാര സമരം ആരംഭിച്ചാൽ 1-2 ആഴ്ച മാത്രമേ അവർ ജീവിക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് മെഡിക്കൽ വൃത്തങ്ങൾ അറിയിച്ചത്. ഫെബ്രുവരി 28 ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസിയെ UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ഫോൺ വഴി വിളിച്ച് ഫത്താഹിന്റെ മോചനത്തിനായി സമ്മർദ്ദം ചെലുത്തിയിരുന്നു. ഈ വർഷത്തെ സ്പോർട്സ് ഇൻവെസ്റ്റ്മെന്റ് ഫോറം റിയാദിൽ ഏപ്രിൽ 7 ആരംഭിക്കും. സ്പോർട്സ് ഇൻവെസ്റ്റ്മെന്റ് മന്ത്രാലയങ്ങളുടെ സ്പോൺസർഷിപ്പിന് കീഴിൽ സ്പോർട്സ് ഇൻവെസ്റ്റ്മെന്റ് ഇൻഡസ്ട്രിക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഫോറം രൂപവൽക്കരിക്കുന്നതിനുള്ള ആദ്യ ചുവടുവെപ്പാണിത്. കായിക മേഖലയുടെ സാധ്യതകളെ വ്യാവസായികമായി പ്രയോജനപ്പെടുത്താനുള്ള സുപ്രധാന നീക്കവും പ്രാദേശിക അന്തർദേശീയ തലങ്ങളിൽ കായിക സമ്പദ്വ്യവസ്ഥ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. ഈ വർഷത്തെ ലോകത്തിലെ ഏറ്റവും മികച്ച സ്ഥലങ്ങൾ എന്ന പട്ടികയിൽ റെഡ് സീ ഇന്റർനാഷണലിന്റെ ഉടമസ്ഥതയിലുള്ള റിയാദിലെ ഷിബാറ റിസോർട്ടും. ടൈം മാഗസിൻ തയ്യാറാക്കിയ പട്ടികയാണിത്. ഇത് ആഡംബരവും സുസ്ഥിരവും ആകർഷകമായ പ്രകൃതി സൗന്ദര്യവും സമന്വയിപ്പിക്കുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രം എന്ന നിലയിൽ റിസോർട്ടിന്റെ സ്ഥാനത്തെ പ്രതിഫലിപ്പിക്കുന്നു. റിസോർട്ടിന്റെ അതിശയകരമായ ഭാവി രൂപകൽപ്പനയെ മാഗസിൻ പ്രശംസിച്ചു.
ഐസ്ലാൻഡ് വെജിറ്റബിൾ ലസാഗ്ന കഴിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകി കുവൈറ്റിലെ ഭക്ഷ്യ പോഷകാഹാരത്തിനായുള്ള പൊതു അതോറിറ്റി. അവ കൈവശമുണ്ടെങ്കിൽ ഉൽപ്പന്നം നശിപ്പിക്കണമെന്നും അധികൃതർ ഉപഭോക്താക്കളോട് ആവശ്യപ്പെട്ടു. ഉൽപ്പന്നത്തിൽ പ്ലാസ്റ്റിക് കഷ്ണങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് മുന്നറിയിപ്പ് നൽകിയത്. ഇന്ത്യൻ എംബസി സംഭാവന ചെയ്ത പുസ്തക ശേഖരം സമർപ്പിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ കുവൈറ്റിലെ ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ ആദർശ് സ്വൈക്ക അമേരിക്കൻ യൂണിവേഴ്സിറ്റി ഓഫ് കുവൈറ്റ് ലൈബ്രറി സന്ദർശിച്ചു. ഇന്ത്യൻ എംബസിയിലെ നിരവധി ഉദ്യോഗസ്ഥരുടെ അംബാസഡർക്കൊപ്പം ഉണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റി പ്രസിഡന്റ് ഡോക്ടർ റൗദ അവാദ്, കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് ഡീൻ ഡോക്ടർ അലി ഷഹാറ, ലൈബ്രറി ഡയറക്ടർ അസ്മ അൽ കാനൻ എന്നിവർ ചേർന്ന് അംബാസഡറെ സ്വീകരിച്ചു. ഒരിടവേള. തിരികെ വാർത്തകളിലേക്ക്. ഇനി നാഷണൽ ഹൈലൈറ്റ്സ്. ഇന്ത്യയുടെ നാവിക സ്വാശ്രയത്തിലേക്കുള്ള ഒരു സുപ്രധാന ചുവടുവയ്പുമായി പുതിയ തദ്ദേശീയ യുദ്ധക്കപ്പൽ. ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് രണ്ടാമത്തെ ഫ്രിഗേറ്റായ തവസ്യ ശനിയാഴ്ച നീറ്റിലിറക്കി. മഹാഭാരതത്തിലെ ഭീമന്റെ ഇതിഹാസകഥയുടെ പേരിൽ അറിയപ്പെടുന്ന തവസ്യ ഇന്ത്യൻ നാവികസേനയുടെ അജയ്യമായ ചൈതന്യത്തെയും വളർന്നുവരുന്ന ശക്തിയെയും പ്രതീകപ്പെടുത്തുന്നു എന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഉപരിതല, ഭൂഗർഭം, വ്യോമ പോരാട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നതിനാണ് ഈ യുദ്ധക്കപ്പലുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതിഹാസ മറാത്ത ഭരണാധികാരിയായ ഛത്രപതി ശിവജി മഹാരാജിന്റെ ചരിത്ര സ്മാരകം ആഗ്രയിൽ നിർമ്മിക്കാൻ മഹാരാഷ്ട്ര സർക്കാർ. പദ്ധതിക്കായി സംസ്ഥാന ബഡ്ജറ്റിൽ ഫണ്ട് അനുവദിക്കാൻ തീരുമാനമായി. ശിവജി മഹാരാജിന്റെ 395-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ആഗ്രയിൽ നടന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് നൽകിയ വാഗ്ദാനമാണ് നിറവേറ്റപ്പെടുന്നത്. മഹാനായ മറാത്ത ഭരണാധികാരിയുടെ പൈതൃകത്തെ ആദരിക്കുന്നതിനായി മഹാരാഷ്ട്ര സർക്കാർ സ്ഥലം ഏറ്റെടുക്കുമെന്നും ഒരു സ്മാരകം നിർമ്മിക്കുമെന്നും ചടങ്ങിൽ ഫഡ്നാവിസ് ഉറപ്പ് നൽകിയിരുന്നു. ഇനി കേരള ഹൈലൈറ്റ്സ്. സവർക്കറെ ചൊല്ലി സംസ്ഥാനത്ത് വീണ്ടും വിവാദം ചൂടേറുന്നു. കാലിക്കറ്റ് സർവകലാശാലയിലെ SFI ബാനറിൽ സവർക്കർ പരാമർശത്തിൽ ഗവർണർ രാജേന്ദ്ര അലേക്കർ അതൃപ്തി പരസ്യമാക്കിയതിന് പിന്നാലെ മറുപടിയുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സ്വാതന്ത്ര്യ സമരവുമായി സവർക്കർക്ക് യാതൊരു ബന്ധവുമില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ദേശീയ സ്വാതന്ത്ര്യ സമരവുമായി സവർക്കർക്ക് ഒരു ബന്ധവുമില്ല. 6 തവണ മാപ്പ് എഴുതി കൊടുത്ത വ്യക്തിയാണ് സവർക്കർ എന്നും അദ്ദേഹം പറഞ്ഞു. ഇനി പൗണ്ട് റേറ്റ്. UK പൗണ്ട് ഇന്നത്തെ മൂല്യം: ഒരു പൗണ്ട് 111.13 ഇന്ത്യൻ രൂപ, ഒരു $, 86.00 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 92.99 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.29 $. ഇനി സ്പോർട്സ്. IPL ഉദ്ഘാടന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് 7 വിക്കറ്റ് വിജയം. നിലവിൽ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ 175 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന RCB 16.2 ഓവറിൽ 3 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. കൊൽക്കത്ത ഈഡൻസ് ഗാർഡൻസിൽ നടന്ന മത്സരത്തിൽ വിരാട് കോഹ്ലി, ഫിലിപ്പ് സോൾട്ട്, രജത് പട്ടിദാർ എന്നിവരുടെ ഇന്നിംഗ്സുകളാണ് RCBയെ വിജയത്തിലേക്ക് നയിച്ചത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ട്രംപിന്റെ കുടിയേറ്റ അജണ്ട സഞ്ചാരികളെ പിന്തിരിപ്പിക്കുന്നു. US ടൂറിസം വ്യവസായം തകർച്ച നേരിടുന്നതായി റിപ്പോർട്ട്. UKയിൽ കനത്ത മഴയും ആലിപ്പന വർഷവും ഇടിമിന്നലും ഉണ്ടാകുമെന്ന് പ്രവചനം. കലിയടങ്ങാതെ ഡൊണാൾഡ് ട്രംപ്. മുൻ US പ്രസിഡന്റ് ജോൺ ബൈഡൻ, മുൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസ്, മറ്റ് ഉന്നത ഡെമോക്രാറ്റുകൾ, രാഷ്ട്രീയ ശത്രുക്കൾ എന്നിവരുടെ സുരക്ഷാ അവകാശങ്ങൾ പിൻവലിക്കാനുള്ള നീക്കവുമായി ട്രംപ്. BJP കേരള അധ്യക്ഷനായി മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറെ തിരഞ്ഞെടുത്തു. ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം അറിയിച്ചത് തിരുവനന്തപുരത്ത് ചേർന്ന കോർ കമ്മിറ്റിയിൽ. വിശ്വാസികൾക്ക് ആശീർവാദം നൽകാനൊരുങ്ങി പാപ്പ. ശ്വാസകോശ സംബന്ധമായ രോഗം മൂലം 1 മാസത്തിലേറെയായി ചികിത്സയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ന് ആശുപത്രി വിടും. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പാർലമെന്റിലെത്താനൊരുങ്ങി കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി. നേപ്പിയനിലെ ഒട്ടാവ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കും. ഖത്തർ സർക്കാരുമായുള്ള ബന്ധത്തിന്റെ പേരിൽ പ്രധാനമന്ത്രിക്കെതിരെ അന്വേഷണം നടത്തിയതാണ് ആഭ്യന്തര സുരക്ഷാ മേധാവി റോണൻ ബാറിനെ പുറത്താക്കാൻ കാരണമെന്ന ആരോപണങ്ങൾ തള്ളി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. 4 മാസത്തിനിടെ ലെബനനിൽ ഏറ്റവും തീവ്രമായ വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ. 6 പേർ കൊല്ലപ്പെടുകയും 28 പേർക്ക് പരിക്കും. ഈ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക.
ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 020858666511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് ടിവിയും എൻജോയ് ചെയ്യുക.